ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ഫിഷ് ഫാമിലോട്ടാണ്, യുണൈറ്റഡ് അക്വാകൾച്ചർ എന്ന് പറഞ്ഞുള്ള ഫിഷ് ഫാമിലോട്ടാണ് ഇന്നത്തെ യാത്ര. ഇത് ബഹ്റിനിലെ ഫിഷ് വളർത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 3 തരം ഫിഷ് ആണ് ഇവർ വളർത്തിയെടുക്കുന്നത്. അതിൽ 3 തരത്തിൽ ഒരു തരം ബ്ലാക്കാണ്, ബ്ലാക്ക് കളറിലാണ്. പിന്നെ ബ്ലാക്കും പിങ്കും കളർന്നിട്ടുള്ള ഒരു തിലാപ്പിയ മോഡൽ, പിന്നെ പിങ്ക് മാത്രമായിട്ട് പിങ്ക് കളറിലുള്ള ഒരു തിലാപ്പിയാണ് ഇവിടെ വളർത്തി വരുന്നത്. ഇവിടെ ആക്ടിവിറ്റീസും നമുക്ക് കാണാവുന്നതാണ്. ഫിഷിങ്, പക്ഷേ ഇതിന് ചാർജുകളുണ്ട്. ഫിഷിങ് ചെയ്യാൻ ഒരു ബീഡി, ആ ഫിഷ് ചെയ്ത നമ്മുടെ ഫിഷ് നമ്മൾ തന്നെ വാങ്ങിച്ച് കൊണ്ടുപോകേണ്ടതാണ്. 1 കിലോ ഫിഷിന് ബ്ലാക്ക് കളറിന് 3.5 ബീഡി അറൗണ്ട് വരുന്നുണ്ട്. അപ്പുറത്തെ ഒരു ചെക്കിന് അവിടെ ഫിഷ് കിട്ടി, നമ്മളിപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്കും ഒരെണ്ണം കിട്ടി. കുട്ടികൾക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം മീൻ പിടിച്ചത് എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഫിഷിങ്ങും അത് പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് ആ ഫിഷ് നല്ല കെയർഫുള്ളായിട്ട് അവിടെ പിടിച്ച് ഒരു കൊട്ടയിലിട്ട് തന്നു. പിന്നീട് വീണ്ടും ഞാനൊരു ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നീട് നമ്മളെന്ത് ചെയ്തു, പിന്നീടും ഒന്ന് ചൂണ്ട ഇട്ട് നോക്കി. അപ്പോൾ നമുക്ക് രണ്ടാമതും ഒരു ഫിഷ് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഫിഷ് അറൗണ്ട് ഒരു 500 ഗ്രാം തൂക്കം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ഫിഷ് എന്ന് വെച്ചാൽ 1 കിലോളം എടുത്തെത്തി. അപ്പോൾ രണ്ടാമത്തെ ഫിഷ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ 2 ഫിഷോളം ഞാൻ അതിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ചു. അങ്ങനെ വീണ്ടും ഒരു സ്റ്റാഫ് വന്ന് നമുക്കത് ഫിഷ് ഹുക്കിൽ നിന്ന് അവരത് നല്ല കെയർഫുള്ളായി ഒരു തുണിയൊക്കെ പിടിച്ചിട്ടാണ് അവരത് അതിൽ നിന്ന് ഹുക്കിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. ഇത് നല്ല ശ്രദ്ധയോടെ വേണം ഈ മീനിനെ അതിൻ്റെ കുളത്തിൽ നിന്ന് ഊരിയെടുക്കാൻ. അങ്ങനെ നമ്മൾ മീനത് വാങ്ങാൻ വേണ്ടി പോയി. ഇത് തൂക്കി നോക്കണം, ഇത് ഭയങ്കര പിടക്കലായിരുന്നു മീൻ കിടന്ന്. അങ്ങനെ മീൻ ആദ്യത്തെ കവറിലിട്ട് ആദ്യത്തെ കവർ അത് പൊട്ടിപ്പോയി. പിന്നെ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടു. അങ്ങനെ 2 ഫിഷും നമ്മൾ വാങ്ങിച്ച് തൂക്കി നോക്കിയപ്പോൾ ഏകദേശം 1 കിലോ വെയിറ്റ് വരുന്നുണ്ട്. കവറിനുള്ളിൽ കിടന്ന് പിടക്കുകയാണ് അവർ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ കുറേ സ്ഥലങ്ങൾ അവിടെയും കണ്ടു. നമ്മുടെ വാഴയും പപ്പയും നാരകവും തുളസി അങ്ങനെ ഒരുവിധം ചെടികളൊക്കെ ആയി നമ്മുടെ ഒരു നാട്ടിലെ ഒരു വൈബ് എനിക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റി. അങ്ങനെ നടക്കുമ്പോഴാണ് പെണ്ണിൻ്റെ കയ്യിൽ ഒരു സാധനം എന്താണെന്ന് ഞാൻ നോക്കി. അപ്പോഴവിടെ കിടന്ന നാരകത്തിൽ നിന്ന് നാരങ്ങ ഗൈസ് അടിച്ചു മാറ്റി. അത് അതേപടി അമ്മയുടെ കയ്യിൽ നിന്ന് മോളും അടിച്ചു മാറ്റി. അവളും നാരങ്ങ കയ്യിലാക്കി. അങ്ങനെ ഒരുവിധം ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഒരുവിധം പോകാൻ നോക്കി. ആ സമയത്താണ് നമ്മുടെ അവിടെ കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ നിൽക്കണ കണ്ടു. അതിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് കണ്ടത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം. അങ്ങനെ ശംഖുപുഷ്പം ഞങ്ങൾ നോക്കി നിന്ന് ശംഖുപുഷ്പവും ഞങ്ങൾ വെറുതെ ഒരു 2-3 ശംഖുപുഷ്പവും പറിച്ചെടുത്തു ഗൈസ്. അങ്ങനെ എന്തായി, അവസാനം
നമ്മൾ ആ ഫാമിൽ നിന്ന് ഇവിടെ പറഞ്ഞ് നമ്മൾ വേറെ ഒരു സ്പോട്ടിലോട്ട് പോകാൻ റെഡിയായി. അപ്പോൾ താങ്ക് യു ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.